Oh guys, welcome back to my YouTube channel. Hello. This video is provided by Cadmus Education. അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മുടെ സ്വന്തം ബൈക്കത്താണ്. അപ്പോൾ ഞാനിന്ന് ഷേക്ക് മാത്രം കുടിച്ച് നമ്മുടെ ബൈക്കത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി പോവാ. സെലക്റ്റീവ് ആയിട്ടുള്ള ഇത്ര റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മുടെ വൈക്കത്തുള്ളത്. വിച്ച് റെസ്റ്റോറൻറ്റ് ഈസ് ബെറ്റർ? നമ്മുടെ വൈക്കത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റും ഒന്നിലൊന്ന് മെച്ചാണ്. അപ്പോൾ നമ്മൾ വൈക്കംകാർ പൊതുവെ ബുദ്ധിയുള്ള ആൾക്കാരാ. അപ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത നമ്മുടെ ദാസേട്ടൻ്റെ കടയിൽ നിന്ന് ആദ്യത്തെ ഷേക്ക് കുടിച്ച് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ദാസേട്ടൻ്റെ കട. ഏകദേശം 30 വർഷത്തോളം ദാസേട്ടൻ നമ്മുടെ വൈക്കത്തുണ്ട്. അന്നും ഇന്നും വളരെ കുറഞ്ഞ ചെലവ് ദാസേട്ടൻ നമുക്ക് നല്ല അടിപൊളി ഷേക്ക് തരുന്നുണ്ട്. നമ്മുടെ ദാസേട്ടന്റെ ഷേക്ക് ആണെങ്കിൽ നമ്മൾ 3 ഷേക്കാണ് ആദ്യം കുടിച്ച് നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഷേക്കൊക്കെ കുടിച്ച് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ടെസ്റ്റ് നമ്മുടെ വീഡിയോയിലുണ്ടായി. ഞാൻ കാരണം ഒരു മനുഷ്യർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അറിയാതെ ആണെങ്കിലും ഞാൻ കാരണം ഇന്ന് ആ പാവം മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. മറ്റൊന്നുമല്ല, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ പാവത്തിന്റെ ഗ്ലാസ് ഒരെണ്ണം താഴെ വീണ് പൊട്ടിപ്പോയി. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചേട്ടനെ സഹായിച്ചിട്ടാ പോകുന്നത്. എന്നാലും മനസ്സിനൊരു കുറ്റബോധം. നമ്മുടെ ആദ്യത്തെ പരിപാടി നൈസായിട്ടൊന്ന് പാളിന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ 2 കവള് ഷേക്ക് കുടിച്ച്. പക്ഷെ രാവിലെ തൊട്ട് വേറെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഉച്ചക്ക് 1 മണിയായി. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി എന്തായാലും നമ്മൾ കളറാക്കും. അപ്പോൾ നമ്മൾ ലഞ്ച് ഷേക്ക് കുടിക്കാൻ വേണ്ടി നമ്മുടെ വൈക്കത്തെ പ്രമുഖ ബേക്കറിയായ ബെസ്റ്റ് ബേക്കറിയിലേക്ക് പോകാം. ഇവിടുത്തെ ഷേക്കിനൊക്കെ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളിന്ന് കുടിക്കും. നല്ല അടിപൊളി റിവ്യൂ പറയും. ഇവിടുന്ന് എന്തായാലും എനിക്ക് ഒരു ഷേക്ക് കുടിക്കാനുള്ള പ്ലാനേ ഉള്ളു. ദാസേട്ടൻ്റെ കടയിൽ വെച്ച് ഞാൻ 3 മേടിച്ച് ആദ്യത്തെ ആവേശം കാണിച്ചുകൊണ്ടാണ് ഗ്ലാസ്സൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയത്. ഇവിടുന്ന് എന്തായാലും ഒരെണ്ണേ കുടിക്കുള്ളൂ, അതും ബട്ടർ സ്കോച്ച് തന്നെ ആയിക്കോട്ടെ. ഏത് എല്ലാ കടയിൽ നിന്നും 1-2 ഷേക്ക് മേടിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറാമാനും എൻ്റെ കൂടെ ഈ ടാസ്കിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നോട് സ്നേഹമുള്ള ഒരു ക്യാമറാമാനാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ ഷേക്ക് മൊത്തം കുടിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ക്യാമറാമാൻ ഷേക്ക് കുടിക്കുകയുള്ളൂ. അത് വേറൊരു കാര്യം. ഇതാണ് എൻ്റെ ക്യാമറാമാനോൻ സച്ചുക്കുട്ടൻ. അങ്ങനെ നമ്മൾ ഈവനിങ് ടാസ്ക് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഉച്ചക്കത്തെ ഷേക്കിൻ്റെ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഷേക്ക് മാത്രം കുടിച്ചുകൊണ്ട് നല്ല ക്ഷീണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. രാവിലത്തെ ഷേക്കിൻ്റെ പരിപാടി നിങ്ങൾ കണ്ടതാണല്ലോ. ആകെ ഒരു 2 കവിള കുടിച്ചത്. പിന്നെ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് കുടിച്ച്. ഇപ്പം ഷേക്ക് മാത്രം കുടിച്ചുകൊണ്ട് വയറിന് നല്ല സുഖമില്ല. നമുക്കിപ്പോൾ അപ്പിടാൻ വരെ തോന്നുന്നുണ്ട്. വൈകുന്നേരത്തെ പരിപാടി ഏകദേശം 4 മണിക്കാണ്. അപ്പോൾ അതുവരെ നമുക്ക് വൈക്കത്തമ്പലത്തിൽ സ്പെൻഡ് ചെയ്യാം. നമ്മൾ വൈക്കം ഒരു സ്വർഗ്ഗമാണല്ലേ. ഇപ്പം ഏകദേശം വൈകുന്നേരം 4 മണിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 4ാമത്തെ ഷേക്ക്, 3ാമത്തെ ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവുക. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഇപ്പോൾ ഈ ടാസ്ക് ഇവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ സർവൈവിങ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ വയറിനൊരു സുഖമില്ല. അപ്പോൾ നമ്മുടെ ഈവനിങ് ടാസ്കിനായിട്ട് ഞാൻ പോകുന്നത് നമ്മുടെ വൈക്കത്തെ പ്രമുഖ റെസ്റ്റോറൻ്റായ ബർക്കാസ്. സമയം ഏകദേശം 4 മണി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. കാരണം ഇനി രാത്രിയിൽ ഒരു ഷേക്ക് കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകും. എൻ്റെ അമ്മോ, ഇവിടെ ഞാൻ വലിയ ആവേശം കാണിച്ചില്ല. ഞാനൊരു ചോക്ലേറ്റ് ഷേക്കാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം അടിപൊളിയായിരുന്നു. പക്ഷെ എൻ്റെ ക്യാമറാമാനോന് ചെറിയ പണി കിട്ടി. ക്യാമറാമാന് വേണ്ടിയിട്ട് മാംഗോ ഷേക്ക് അങ്ങനെ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ഷേക്കായ അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്റെ മോനെ ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. ഇതേത് ജില്ല? അയ്യോ. നമ്മുടെ ഈവനിങ് ബർക്കാസിലെ ഷേക്ക് എൻ്റെ അടിപൊളിയായിരുന്നു. പക്ഷെ സച്ചുക്കുട്ടൻ്റെ നൈസായിട്ട് പാളിപ്പോയി. എന്നാലും നമ്മൾ കുടിച്ച്. രാവിലെ തൊട്ട് ഷേക്ക് മാത്രം കുടിക്കണ കൊണ്ട് നമ്മുടെ ആരോഗ്യനില വളരെ മോശമാണ്. ആരോഗ്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് വൈക്കത്തുനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വൈക്കത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഒരു 7-8 മണിയാകുമ്പോൾ നമ്മൾ ഒരു ലാസ്റ്റ് ഷേക്ക് കുടിക്കും. അതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആവും. പക്ഷെ ലാസ്റ്റ് ഷേക്ക് എവിടെ നിന്ന് കുടിക്കും എന്നാണ് നമ്മുടെ ആലോചന.
ഒരു അടിപൊളി സ്പോട്ടിൽ നിന്ന് തന്നെ കുടിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണത്. പിന്നെ രാത്രിയിൽ നമ്മുടെ വൈക്കത്ത് അത്ര വൈബുള്ള റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കണ്ടുപിടിക്കണം, എന്നിട്ട് അവിടെ നിന്ന് ഷേക്ക് കുടിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷേക്ക് സർവൈവിങ് വീഡിയോ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമ്മളുള്ള എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വൈക്കം ബീച്ചിൻ്റെ ഡാർക്കായിട്ടുള്ള സൈഡിലാണ്. ഇവിടെയാണ് ഡാർക്കസ്റ്റ് പീപ്പിൾസൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നത്. ഡാർക്കസ്റ്റ് പീപ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളും പ്രായപൂർത്തിയായ പിള്ളേരും എല്ലാവരും ഇവിടെ വരാറുണ്ട്. എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് ആർക്കറിയാം. പിന്നെ കുറച്ച് നേരം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. നമ്മൾ അവിടെ നിന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞ് കുറച്ച് പിള്ളേർ വന്ന്. അപ്പോൾ നമ്മളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നൊരു ആണും ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ച് കൊച്ചെന്ത് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ പറയാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന്. അപ്പോൾ അവളുടെ കൂടെ എന്തായിരുന്നു ചേർക്കാൻ +2 പഠിക്കുമെന്ന്. രണ്ടുപേരും കൂടി അവിടെ കുടയഞ്ചു കൂടിക്കൊണ്ട് വന്നിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ വൈക്കം ബീച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവത്തില്ല. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ടാസ്കിന്റെ ലാസ്റ്റത്തെ സ്റ്റേജാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഷേക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് ബാക്ക് പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ ഷേക്കും കൂടി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആകും. അങ്ങനെ ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഷേക്ക് കുടിച്ച് തന്നെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല ഹെവി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഷേക്കാണ് ഓർഡർ ചെയ്തത്. ഈ ഷേക്ക് അടിപൊളിയായിരുന്നു, ഒതക്റ്റിക് ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. ഇതോടുകൂടി എനിക്ക് ഷേക്കിനോടുള്ള മതിയും കൊതിയും മാറി. ഈ ഷേക്കിന്റെ മധുരം പോലും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഷേക്കുമായുള്ള യുദ്ധം ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു. ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ബ്ലക്ക് എന്ന് അടിച്ചു കയറ്റി. അങ്ങനെ ഫൈനലി ലാസ്റ്റത്തെ ഷേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. പക്ഷേ പോയ കളിയൊന്നും വന്നില്ല. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ സർവൈവിങ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈക്കത്താണ് നമ്മളിന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 5-6 ഷേക്ക് ഇന്ന് കുടിച്ച്. അപ്പോൾ ഷേക്ക് കുടിച്ച് നമ്മുടെ തൊണ്ടയൊക്കെ പോയിരിക്കുവാണ്. അപ്പോൾ ഷേക്ക് കുടിച്ച് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വലിയ പാടുള്ള പരിപാടി തന്നെയാണ്. അല്ലാതെ നമ്മൾ വേറൊരു ഫുഡും കഴിക്കുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ നല്ലപോലെ തൊണ്ടവേദനയൊക്കെ വരുന്നുണ്ട്. നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ വളരെ മോശമായിരിക്കും. നാളെ പനിയാണെങ്കിൽ നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ചലഞ്ചിങ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദിസ് ഈസ് കാർഡ് മോസ് സൈനിങ് ഓഫ്. ബൈ ദ ബൈ.